హాయ్ ఫ్రెండ్స్, వెల్కమ్ టు మై యూట్యూబ్ ఛానల్. నేను ఫేమస్ రియాక్షన్ వీడియో ఆవేశం మూవీలోంచి సీన్ 1 చూసిద్దాం. లెట్స్ గో. ఓ ఫ్లైట్. ഇതല്ലല്ലോടാ അത്. ഇത് വേറെ അമ്മ. മോൻ പഠിച്ചിട്ട് ഇതുപോലെ തോരണം ഉണ്ടാക്കിയാൽ മതി കേട്ടാ. ശരിയമ്മ. അച്ഛാ, അത് എൻ്റെ ഫ്രണ്ടാ. അങ്ങോട്ട് നമസ്കാരം. നമസ്കാരം. നിങ്ങളും എങ്ങനെ പരിചയം? അത് ഞങ്ങൾ കലോത്സവത്തിന് ആലപ്പുഴ ഷാരോൻ്റെ വീട്ടിൽ പോയപ്പോൾ പരിചയം. ഓ, എന്നാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് പോയാലോ? ഓ, സമയമല്ലേ, ഒന്ന് പോവാം. അപ്പം എന്നാൽ നിങ്ങൾ ഹോസ്റ്റലിലേക്ക് വന്നു. അവൻ ആദ്യമായിട്ടാണ് ചേച്ചി നമസ്കാരം. ഞാൻ ഈ കോളേജിലെ ക്ലർക്കാണ്. BK എന്നാ പേര്. നിങ്ങൾ മലയാളികളായതുകൊണ്ട് പറയുന്നതാണ്. ഇവിടുത്തെ കോളേജിലെ ഹോസ്റ്റൽ അത്ര പോരാ. എന്താ? ഭയങ്കര കള്ളൂടിയും കഞ്ചാവൂലിയും അടിപിടിയും ആരംഭാണ് ചേച്ചി. അയ്യോ നിങ്ങൾ പഠിക്കണ്ട. ഇവിടെ അടുത്ത് BK എന്ന് പറഞ്ഞൊരു ഹോസ്റ്റലുണ്ട്. അവിടെ ഫുൾ സ്ട്രിക്റ്റാണ്. മലയാളി ഫുഡാണ്. പിന്നെ ഞാനവിടെ ഫുൾ ടൈം കാണുമല്ലോ. പുറത്തൊക്കെ ആണെങ്കിൽ കാശ് കൂടത്തില്ലേ? അയ്യോ ഇല്ല, ഇവിടത്തേക്കാൾ കുറവാണ്. നമുക്ക് അവരെ കോളേജ് ഹോസ്റ്റലിൽ തന്നെ വിട്ടാ പോരെ? ഫുൾ ഞാൻ എന്തായാലും എൻ്റെ മോനെ അവിടെ ചേർക്കുന്നുള്ളൂ. പിന്നെ അങ്ങനെ ഇവിടെയൊക്കെ പിള്ളേർ ഭയങ്കര വലിയാണ് കേട്ടാ. അതൊന്നും കണ്ട് പഠിച്ചേക്കില്ലേ. വാ, ഇവിടെ തന്നെയാ. ഓ ശരി സാർ. സ്റ്റെപ്പ് കയറി പോലെ. എൻ്റെ കൂടെയാണോ കിടക്കുന്നത്? അതെൻ്റെ പെട്ട. ഓ, ശാന്തൻ. ആരി? അല്ല, ഞാൻ ബിബി അജു. ഞാനിവിടെ വന്നിട്ട് 36 കൊല്ലമായി. ചേച്ചി ഒന്നും പേടിക്കണ്ട. നല്ല അന്തസ്സുള്ള സ്ഥലത്ത് തന്നെ വന്നിരിക്കുന്നത് കേട്ടോ. ഓ ഓ അമ്മ, ഇത് ശാന്തൻ. ആ അറിയാം. മോൻ എപ്പോഴും പറയാറുണ്ട്. ആര്? ബിബി മോ ഹാപ്പി അല്ലേ? എന്തിന്? അമ്മ നമുക്ക് ഇറങ്ങാം, ട്രെയിനിന് സമയമായി. പോട്ടെ. അമ്മ, ട്രെയിൻ കയറിയിട്ട് വിളിക്കുക കേട്ടാ. മോനെ ഇതും കൂടെ വെച്ച്. ചേച്ചി ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇവിടെ ക്ലീനിങ്ങിൽ ഒരാൾ വരും. അപ്പോൾ അയാൾക്ക് കൊടുക്കാൻ 1000. അങ്ങനെ ഉണ്ട്. ശരി, ബൈ. മോനെ കൈ. ഇല്ലടോ, വന്ന് കയറിയല്ലേ ഉള്ളൂ. സമയമുണ്ടല്ലോ. അതെൻ്റെ ചോദ്യം കേട്ടാ. പിന്നെ ബാംഗ്ലൂർ വന്നിട്ട് 2 എണ്ണം അടിക്കാതെ എങ്ങനെടാ കിടന്ന് ഉറങ്ങുന്നത്? ഇവിടെ അടുത്ത് കിട്ടും, കുണ്ടനാളിയിൽ കേട്ടോ.
വിലാസം തനി നിറമെട്ട് തണിയണ നെഞ്ചെ കാട്ട് തോന്യാസം പെടക്കണ ശ്വാസം ചെവികളിൽ ഇനി അരുതുപദേശം തനി നിറമെട്ട് തണിയണ നെഞ്ചെ കാട്ട് തോന്യാസം ചട്ടപ്പാച്ചിലാണടി പതറുകയില്ല നേടി സ്വാതന്ത്ര്യം യൂണിഫോം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സീൻ ഉണ്ടാവില്ല. ആത്മവിശ്വാസം കാണും കണ്ണുകൾക്കിത് ഹാസ്യം ചില നേരമാവാസം അവിവേകമാണിനി ലക്ഷ്യം അവതാരം മൊത്തം. മാം യൂണിഫോം കം No, not yet. ഇല്ലേ മാം വെൻ ഓക്കെ മാം. കാട്ടിൽ വിറകുകൾ അനവധി വിടുവാ പിറപ്പെടുപ്പിന്റെ ഉടമ്പടി വരവായി കടലിളകിയ കണക്കിനി തുടലൊടിഞ്ഞവർ സടകുടഞ്ഞിതുവഴി ഉടയണം പൊട്ടിച്ചിതറണം ഇരുമ്പഴി ചൊരത്തിളപ്പിന്റെ ഇളക്കങ്ങൾ മുറക്കിനി പടവുകൾ പുതുപതിവുകൾ നിരവധി തുണയായി പുതുപടയുടെ കുളമ്പടി പുരമതി ഇനി പുനരധിവാസം അടിമുടി ഒരു പുതിയ വിലാസം തനി നിറമെട്ട് തനിയണ ശ്വാസം ചെവികളിൽ ഇനി അനുദേശം മാം യൂണിഫോം കം ഒന്ന് പോടാ ഇറക്കാം. മാം മലയാളി ശാന്തകുമാരൻ പിന്നെ എവിടെ നിറ എന്നെ മരടിച്ചളിയ ആര് സീനിയേഴ്സ്. എടാ അവര് പറഞ്ഞ പോലെ ചെയ്താൽ പോരായിരുന്നു. അവന്മാർ പറഞ്ഞല്ല ഞാൻ ചെയ്ത് പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ പാട്ട് പാടി എന്നിട്ടും അടിച്ച്. ഓപ്പ് കേസ് കൊടുക്കേണ്ട പരിപാടിയല്ലേ ഇത്? ആരാ മാര്? ഇവിടെ മറ്റേ കുട്ടിയും ഗ്യാങ്ങും ഇല്ല എളിയ അവന്മാരെളിയ അവന്മാർ ഇവിടുത്തെ വലിയ എന്തോ ആണ്. എടാ നിനക്കൊക്കെ ഇവിടുന്ന് മര്യാദയ്ക്ക് പഠിച്ചിറങ്ങണം. എന്നാ കിട്ടടിയും മേടിച്ചോണ്ട് മിണ്ടായിരുന്നു. ഇന്ന് അവന് കിട്ടി, നാളെ നമുക്ക് കിട്ടും. അപ്പോഴും അല്ല ഈ കിട്ടാനുള്ളത് കിട്ടിയെങ്കിൽ സമാധാനമായിട്ട് കോളേജിൽ പോയിരുന്നു. ഈ സീനിയേഴ്സിൻ്റെ ഏറ്റവും വലിയ ധൈര്യം എന്താണെന്ന് അറിയാമോ? ഇത് അവന്മാർ 2-3 വർഷമായിട്ട് ഒരുമിച്ചുള്ളതുകൊണ്ട് അവന്മാർ തമ്മിലൊരു ബന്ധമുണ്ട്. ഈ ജൂനിയേഴ്സ് പല സ്ഥലത്തു നിന്ന് വരുന്നവരായതുകൊണ്ട് അവർക്ക് ആ ബന്ധം ഇല്ല. പക്ഷെ ഇവിടെ നമ്മൾ 22 പേരും സെറ്റാണ്. നമ്മൾ ഒരുമിച്ച് നിന്ന അവന്മാരെ കാട്ടിയും വലിയ ഗ്യാങ്ങുമാണ്. ആ സൂപ്പർ. നിനക്ക് നേരത്തെ പറഞ്ഞിട്ടായിരുന്ന ഞാൻ അവന്മാരടി വെറുതെ വാങ്ങിച്ചു കൂട്ടി. പോട്ടാ, കിട്ടിയത് കിട്ടി, പോട്ടെ. അല്ല നീ ഏത് പാട്ടാ പാടിയേ? അടിച്ച താങ്ക മട്ടേ 4 മാസം പാടാൻ പറ്റിയ പാട്ട്. അല്ല നീ എന്താ പറഞ്ഞായിരുന്നല്ലോ? നാളെ മുതൽ നമ്മൾ 22 പേര് ഒരൊറ്റ ഗ്യാങ്, ഒരുത്തനെ പേടിക്കാൻ പോലുള്ള. ആ കൊടുമൈക്കം പുത്തനടവുകൾ തുടർപഠനം ഇത് അടിയറവിൻ ഖബറടക്കം കണ്ടക ശനിയുടെ കളികൾ ഇടങ്കണ്ണിൽ പതിയുമ്പോ വലിയാം തലവിധിയുടെ വഴിയിൽ തട്ടിയൊരഞ്ഞിട്ടതറിയുമ്പോ ചൊറിയാം കുട്ടിയും ഗ്യാങ് മുഴക്കങ്ങൾ കേൾക്കാം വാ നോക്കാം കൈകൂട്ടി പിടിച്ചിട്ട് ഒടുക്കത്തി കരിക്കളും നീക്കാം തപ്പി തടഞ്ഞൊരു വിധത്തിലെ കരകെത്തി ഇരുതി പിന്നെ പൊടുന്നനെ പറച്ചെത്തി വട്ടിപ്പലിശയ്ക്ക് കിട്ടുമുച്ച മയക്കത്തിൽ ഞെട്ടി ധരിച്ചപ്പോ കഴുത്തിൽ കറിക്കത്തി പകലിൻ തെളിവിൽ വഴിയായി തുഴയാം ഇരവിൻ മറവിൽ പുഴുവായി ഇഴയാം പൊതിയും വെയിലിൽ നരിയായി അലയാം അറിയാ വഴിയിൽ നിരയായി പതറാം ഇനി അങ്ങോട്ട് തഞ്ഞിട്ട കൂത്ത് മറന്നൊരു പോക്ക് ഗുണപാഠങ്ങളോ മതിയാക്ക് ഇത് എൻ പാത എന്നധികാരം വഴി തെറ്റാനും ഉണ്ടവകാശം സുഖസന്തോഷമാണ് പ്രധാനം ഇനി മറ്റേതുമില്ല വിചാരം. അന്നപ്പുറം വരെ പോയതാ. സീനിയേഴ്സാന്ന് തോന്നുന്നു. അമ്മാരുടെ അടുത്ത് പേര് വെച്ചു. ഞാൻ പറഞ്ഞു നീ ഇവിടെ ഇല്ലേന്ന്. എടാ നിനക്കാ പേരങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു. എന്തുവാ ശാന്തനെന്നോ? ഒന്ന് പോടാനൊക്കെ. എടാ നിനക്ക് എന്താ? എനിക്കെന്തെന്നാ? എടാ നീയല്ലേടാ ഇന്നലെ പറഞ്ഞ നമ്മൾ 22 പേരുണ്ട്, വലിയ ഗ്യാങ് ആണ്, അവന്മാർ ഒന്ന് ഒറ്റക്കെട്ടായിട്ട് എടുക്കണമെന്നൊക്കെ എന്നും പറഞ്ഞോണ്ട് ആവശ്യമില്ലാത്ത വള്ളി മൊത്തം പിടിച്ചോണ്ടിരാൻ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ പേടിക്കണ്ട. അവന്മാർക്ക് ഹോസ്റ്റലൊന്നും അറിയത്തില്ല.
അവന്മാർ ഇങ്ങോട്ട് വരാനും പോകുന്നില്ല. അവന്മാരാന്ന് തോന്നുന്നില്ല വരുന്നത്. റൂമിലോട്ടോ? എന്തിന്? ഞാനൊന്നും വരത്തില്ല. പറയുന്നത് കേട്ടാ മതി. ഇല്ല, ഫൈറ്റിംഗ് കിട്ടുന്ന ഫ്രണ്ട്സ്. പറഞ്ഞത് കേട്ടാ മതി. ചേട്ടാ സീനിയർ ഒക്കെ കോളേജിൽ, ഇത് ഹോസ്റ്റലാണ്. നിങ്ങൾ ചെല്ലാൻ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. അതാണോ കുട്ടി? നീയൊക്കെ ചത്തളിയാ. സുഹൃത്തുക്കൾ, ഒടുവിൽ ആ സമയം വന്നെത്തിയിരിക്കുക. നമ്മളെല്ലാവരും ഒരു ഗ്യാങ് ആയിട്ട് നിൽക്കേണ്ട സമയം. എന്തായാലും അവന്മാരൊന്നും തിരിച്ചു വരും. പക്ഷേ ഇന്നത്തെ രാത്രി നമ്മൾ അതിജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരുത്തരും നമ്മളെ തൊടില്ല. ഒന്ന് ചേച്ചി പോടാ. ആ കുട്ടിയെടുത്ത് എങ്ങനെ എടുത്താണ് ഉടക്കിയിരിക്കുന്നത്. എല്ലാവരും അവന്മാർ പിടിച്ചിരിക്കും. ആരായാലും നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നേരിടും. ആ, നിങ്ങളെല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് പോയി ഇടി വാങ്ങിച്ചാൽ മതി. എനിക്ക് കിട്ടാളെല്ലാം കിട്ടിയിട്ടുണ്ട്. ഇടി വേണ്ടാത്തവന്മാരൊക്കെ എൻ്റെ കൂടെ കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. 18 ഒരു ചെറിയ നമ്പറല്ല. നമ്മളവന്മാരെ നേരിടും. അതിന് ആയുധങ്ങൾ വേണം. കണ്ണി കാണുന്ന കമ്പടി എല്ലായിടത്തും. ടൂൾസിന് ഒരു കുറവും പാടില്ല. അടിയെങ്കിൽ അടി. ഇതോടെ വേറെ കൂട്ടിയിട്ട് ഹോസ്റ്റലിൽ എത്തിക്കോ? അല്ല, ഒരു സേഫ്റ്റിക്ക്. സേഫ്റ്റിയോ? ഇത് പാമ്പൊല്ലും കയറി. അല്ല, സീനിയേഴ്സ് അവന്മാരെ അടിക്കാൻ വരുന്നുണ്ട്. യാറത്രേ നന്ന ബാംഗ്ലൂരു. എടാ 10-36 കൊല്ലമായി ഞാനിവിടെ വന്നിട്ട്. അത്യാവശ്യം ചെറിയ സെറ്റപ്പൊക്കെ എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ നെഞ്ചത്തി ഔട്ടാ നിങ്ങളെ ആരും ഒന്നും ചെയ്യും. അത് മതി കേട്ടോ, ഒന്നും പഠിക്കാനില്ല. ധൈര്യമായിട്ടിരിക്കും കേട്ടോ. എല്ലാം ഓക്കെ അല്ലേ? ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ഓൾ ക്ലിയർ. ഓവർ. ക്ലിയർ. ഓക്കെ അല്ലടാ? എടാ എല്ലാം ക്ലിയർ ആടാ. ഓവർ. సూపర్ అంటే సూపర్ ఉంది ఫ్రెండ్స్. బాగుంది సీన్ అయితే. నేను ఫేమస్ యూట్యూబ్ ఛానల్ లైక్ చేయండి, షేర్ చేయండి, సబ్స్క్రైబ్ చేసుకోండి ఫ్రెండ్స్. బాయ్.